ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. RRB ലോക്കോ പൈലറ്റിനെ പറ്റി അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിനെ പറ്റി പൊതുവെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ പുറകിലാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് RRB ALP നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാം ഏജ് ലിമിറ്റ് കൊറോണ കൺസിഡർ ചെയ്തുകൊണ്ട് ഏജ് ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് ആയി തന്നിട്ടുണ്ടായിരുന്നത് 30 വയസ്സായിരുന്നു. അതായത് ജനറൽ ആയിട്ടുള്ള ഒരാൾക്ക് 18 മുതൽ 30 വയസ്സിനിടയിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. എന്നാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ RRB ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷനിൽ ഒരു തിരുത്തുമായിട്ട് റെയിൽവേ പുറത്തുവിട്ടു. ആ പുറത്തുവിട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും തരികയാണ്. അതായത് നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയല്ല, 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് തന്നെ ബാക്കിയുള്ളവർക്കും പറ്റും. അതായത് ഇപ്പോൾ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ അഗൈൻ 3 വർഷം കിട്ടും, SC ST ആണെങ്കിൽ വീണ്ടും 5 വർഷം കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ആ ഏജ് ലിമിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ RRB കൃത്യമായ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അതിന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 2/7/1991 ശേഷമുള്ളവർക്ക്, OBC കാറ്റഗറിയിലാണെങ്കിൽ 2/7/1988 ശേഷമുള്ളവർക്ക്, SC ST കാറ്റഗറിയിലാണെങ്കിൽ 2/7/1986 ശേഷമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കോ പൈലറ്റ് മാത്രമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, RRB തരില്ല. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾ എല്ലാം മനസ്സിലാക്കി നമുക്കറിയാം. NTPCയും ഗ്രൂപ്പ് ഡിയും ടെക്നീഷ്യനും അതുപോലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഓരോ കൃത്യമായ മാസങ്ങളിൽ പുറത്തുവിടുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, RRB പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ വരുന്ന നോട്ടിഫിക്കേഷനും ഈ ഏജ് ലിമിറ്റ് എന്തായിരിക്കും, ബാധകമായിരിക്കും. ഇനി അതായത് ജനറൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 33 വയസ്സ് നിങ്ങൾക്ക് ആയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പല പോസ്റ്റുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC STയും OBCയും എന്ത് ചെയ്യും, അതിനനുസരിച്ച് വീണ്ടും മാറ്റി കിട്ടും. അപ്പോൾ ഞാനത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നമുക്ക് വരുന്ന കോളുകളായാലും മെസ്സേജുകളായാലും നിങ്ങളിൽ പലരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ റെയിൽവേ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് 33 വയസ്സ് വരെ, ജനറൽ കാറ്റഗറിക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 36 വരെയും, SC ST ആണെങ്കിൽ ഏകദേശം 40-41 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധ്യതകൾ ഏറെയാണ്. കൃത്യമായ റെയിൽവേ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഈ അവസരം എന്ത് ചെയ്യാൻ, മുതലെടുക്കുക. റെയിൽവേ പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, ഇത് പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. അതിനെല്ലാം വേണ്ടി കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളുമായിട്ട് ഫെബ്രുവരി 10-ാം തീയതി നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.